എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. റേഷൻ വ്യാപാരികൾ ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിലുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 27-ാം തീയതി മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല ബന്ദ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഓരോ മാസവും നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും ₹1 വീതം നികുതി പിരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഉൾപ്പെടെയുള്ള ഏറ്റവും പുതിയ റേഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. മുൻഗണനേതര വിഭാഗമായ നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും റേഷന് പ്രതിമാസം ₹1 സെസ് പിരിക്കാൻ ധനവകുപ്പിൻ്റെ അനുമതി. ഇതേ തുടർന്ന് ഏപ്രിൽ മാസം മുതൽ സെസ് പിരിച്ചു തുടങ്ങും. റേഷൻ വ്യാപാരി ക്ഷേമ ബോർഡിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് വെൽഫെയർ ഫണ്ട് സെസ് ഇനത്തിൽ ₹1 വീതം ഈടാക്കുക. ഇത് സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണറുടെ റിപ്പോർട്ട് ഭക്ഷ്യവകുപ്പ് കഴിഞ്ഞ ജൂണിൽ അംഗീകരിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ഏപ്രിൽ 1 മുതൽ സെസ് നടപ്പിലാക്കും. ഇപ്പോൾ 1 വർഷത്തേക്കാണ് സെസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 24 വർഷമായി റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിലേക്ക് ₹1 പോലും വിഹിതമായി സർക്കാർ നൽകിയിട്ടില്ല. പകരം 14,161 വ്യാപാരികളിൽ നിന്നും ₹200 വീതം ബോർഡിലേക്ക് ഈടാക്കുന്നുണ്ട്. ക്ഷേമനിധി അംഗങ്ങളായിട്ടുള്ള വ്യാപാരികൾക്ക് പെൻഷനായി ₹1,500 മാരക രോഗം വന്നാൽ ഒരു തവണ പരമാവധി ₹25,000 സർക്കാർ നൽകുന്നത്. 1,564 വ്യാപാരികളാണ് നിലവിൽ പെൻഷൻ കൈപ്പറ്റുന്നത്. 3 മാസം കൂടുന്തോറും പെൻഷൻ നൽകാൻ ₹80 ലക്ഷം ധനവകുപ്പ് കണ്ടെത്തുന്നത്. ചികിത്സാ സഹായത്തിനായി ₹23 ലക്ഷം സർക്കാർ നൽകുന്നുണ്ട്. പ്രതിസന്ധി തുടർന്ന് പെൻഷനും ചികിത്സാ സഹായവും മുടങ്ങിയതോടെ ക്ഷേമ ബോർഡിലേക്ക് ഇനി മുതൽ പണമടക്കില്ല എന്ന് വ്യാപാരികൾ കത്ത് നൽകിയിരുന്നു. തിങ്കളാഴ്ച ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തി വിഷയം സംഘടനാ നേതാക്കൾ ഉന്നയിച്ചതോടെയാണ് സെസ് നടപടിയെടുക്കാം എന്ന് മന്ത്രി അറിയിച്ചത്. സംസ്ഥാനത്ത് നിരവധി ക്ഷേമ ബോർഡുകളുണ്ട്. ഈ ക്ഷേമ ബോർഡുകളിൽ അംഗങ്ങളായിട്ടുള്ളവർ നിശ്ചിത അംശാദായം അടക്കണം. അത്രയും തുക സർക്കാർ അടക്കും എന്നാണ് വാഗ്ദാനം. എന്നാൽ ഈ ഒരു തുക സർക്കാർ അടക്കാതെ അതിൻ്റെ ഭാരം സാധാരണക്കാരായ റേഷൻ കാർഡ് ഉടമകളുടെ തലയിൽ കെട്ടിവെക്കുകയാണ്. നമുക്ക് എല്ലാ ആളുകൾക്കും നീല വെള്ള റേഷൻ കാർഡുള്ളവർക്കെല്ലാം ₹1 അധികം നൽകണം. റേഷൻ കിട്ടിയിട്ട് ഇങ്ങനെ ₹1 നൽകുകയാണ് എങ്കിൽ തെറ്റില്ല. പക്ഷേ വെള്ള റേഷൻ കാർഡിന് പലപ്പോഴും 2 കിലോ അരിയാണ് മാസം ലഭിക്കാറുള്ളത്. ഈ ഒരു സമയത്താണ് അധികമായി ₹1 കൂടി നമ്മുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നത്. ₹1 എന്ന് പറഞ്ഞ് നിസ്സാരമാക്കേണ്ട. ഓരോ മാസവും 60 ലക്ഷത്തോളം രൂപയാണ് ഈ ഇനത്തിൽ സർക്കാരിന് ലഭിക്കുക. അടുത്ത അറിയിപ്പ്. വേതന പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിലുമായി റേഷൻ വ്യാപാരി സംഘടനകൾ നടത്തിയ ചർച്ച അലസി. തുടർന്ന് ഈ മാസം 27 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് റേഷൻ കടകൾ അടച്ചിടാൻ റേഷൻ ഡീലേഴ്സ് കോഓർഡിനേഷൻ സംസ്ഥാന സമിതി തീരുമാനിച്ചു. ഭരണപക്ഷ റേഷൻ വ്യാപാര സംഘടനകളായ കേരള റേഷൻ എംപ്ലോയീസ് യൂണിയൻ (CITU), കേരള റേഷൻ എംപ്ലോയീസ് ഫെഡറേഷൻ (AITUC) എന്നിവർ സമരത്തിൽ പങ്കാളികളാകും എന്നും കേരള ഡിവിഷൻ സംസ്ഥാന കമ്മിറ്റി ജനറൽ കൺവീനർ ജോണി നെല്ലൂർ അറിയിച്ചു. അപ്പോൾ ഇന്നലെ നടന്ന ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് 27-ാം തീയതി മുതൽ റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുകയാണ്. സമരം നീണ്ടുപോവുകയാണ് എങ്കിൽ റേഷൻ പിന്നീട് വാങ്ങാത്തവർക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ, ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ റേഷൻ കൈപ്പറ്റണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷനൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക്.